നമസ്കാരം. ടോപ്പ് റാങ്ക് PSCയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയെ എങ്ങനെ മറികടക്കാം, ഇനി വരുന്ന സമയങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കത് സമയം പരമാവധി യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ അത് ഉപയോഗപ്പെടുത്താം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോവും കൂടെ ഇന്നലെ വന്ന ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കുറച്ച് വിവരങ്ങൾ നൽകാനും വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഇതോടൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി. ഓക്കെ, അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം കുറേ പേർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച കുറേ പേർക്ക് കട്ട് ഓഫ് ഉയർന്നതുകൊണ്ട് കിട്ടാതെ പോയി ആ വിഷമത്തിലിരിക്കുന്നവരും ആദ്യമായി തയ്യാറെടുക്കുന്നവരും എല്ലാം തന്നെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് വരുന്ന യൂണിവേഴ്സിറ്റി എക്സാം. അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിൽ, പ്രധാനപ്പെട്ട എക്സാമുകളിൽ ആദ്യം വരുന്നത് യൂണിവേഴ്സിറ്റി ആകാം. അപ്പം ഏകദേശം അതെന്ന് വരും എന്നതിനെയൊക്കെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ ആ പത്രവാർത്തയുടെ ആ ഒരു പ്രശ്നം അങ്ങ് തീർത്തേക്കാം. അതായത് 2 ദിവസം മുന്നേ പത്രത്തിലൊരു വാർത്ത കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണെന്നറിയാം. അതായത് PSC പരീക്ഷകളെല്ലാം, കേരള PSCയുടെ എക്സാമുകളെല്ലാം പ്രൈവറ്റ് ഏജൻസിയെ ഏൽപ്പിക്കാൻ പോകുന്നു. അപ്പോൾ വരുന്ന യൂണിവേഴ്സിറ്റി എക്സാം, VO എക്സാമുകളെല്ലാം നടത്തുന്നത് ഇനി പ്രൈവറ്റ് ഏജൻസികളായിരിക്കും എന്നൊരാശങ്ക പടർത്തിക്കൊണ്ട് ഒരു വാർത്ത പത്രമാധ്യമങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി. അപ്പോൾ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നതിനെപ്പറ്റി പറയാം. അപ്പോൾ മാധ്യമങ്ങളാകുമ്പോൾ പലതരം വാർത്തകൾ വരും, പലതും പലരും പല രീതിയിൽ ചിന്തിക്കും. ഈ പറഞ്ഞ മാധ്യമങ്ങൾ തന്നെയാണ് PSCയെ പറ്റിയുള്ള പല വാർത്തകളും ഇതിനു മുൻപും കൊടുത്തിട്ടുള്ളത്. അത്തരം വാർത്തകൾ പോലും ഇപ്പോഴും, ആ പറഞ്ഞ വാർത്തകൾ ഇപ്പോഴും നിലവിൽ വന്നിട്ടില്ല, PSC പോലും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ, അതായത് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പഠിക്കാനിരിക്കുന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ സമയവും തീയതിയും എല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നത് PSC ആണ്. അപ്പോൾ ഒരു കാരണവശാലും ആ പരീക്ഷ നടത്താനുള്ള അവകാശം PSC മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കുകയില്ല. അത് അവർ നേരിട്ടൊരു പ്രസ്താവനയൊന്നും നടത്തിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന യൂണിവേഴ്സിറ്റി എക്സാമും മറ്റ് എക്സാമുകളെല്ലാം PSC തന്നെയായിരിക്കും. ഇതുവരെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള എക്സാമുകളെല്ലാം PSC തന്നെയായിരിക്കും നടത്തുക. അതിനാരും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. അഥവാ അത് പ്രൈവറ്റ് ഏജൻസിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ തന്നെയും അത് ഇനി വരുന്നത് ഏൽപ്പിക്കാം. അത് ഏൽപ്പിച്ചാൽ അവരായിരിക്കും അതിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുകയും പരീക്ഷ നടത്തുകയോ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവർ തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഇനി വരുന്ന, നമ്മൾ തയ്യാറെടുക്കുന്ന പരീക്ഷയുടെ കാര്യത്തിൽ ആർക്കും ഒരു ആശങ്കയും വേണ്ട. അത് ഉറപ്പായിട്ടും PSC തന്നെയായിരിക്കും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ തളരാതെ എല്ലാവരും പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പോവുക. മാധ്യമങ്ങൾ പലതരം വാർത്തകൾ മുന്നും കൊണ്ടുവന്നിട്ടുണ്ട്. തൊഴിൽ വാർത്ത, തൊഴിൽ വീതി ഉൾപ്പെടെയുള്ളതിനകത്തൊക്കെ കുറേ നാളുകൾക്ക് മുന്നേ വന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. PSC പരീക്ഷ മാറുന്നു, PSC പരീക്ഷയുടെ രീതി മാറുന്നു എന്നൊക്കെയുള്ള ഒരുപാട് 2 തലത്തിലുള്ള എക്സാമുകളാണ് ഇനി വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ കണ്ടു. അത് PSCയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അവരങ്ങനെയുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ശരിയാവണമെന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരിക്കലും വറീഡ് ആവേണ്ട ആവശ്യമില്ല. എല്ലാവരും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനും VOയ്ക്കും തയ്യാറെടുക്കുന്ന എല്ലാവരും, PSC ആണ് നോട്ടിഫിക്കേഷൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PSC തന്നെയായിരിക്കും പരീക്ഷ നടത്തുക. ബാക്കി ഇനി നോട്ടിഫിക്കേഷൻ വന്ന് PSC ഞങ്ങൾ പ്രൈവറ്റ് ഏജൻസിയെ ഏൽപ്പിച്ചു, അവർ നടത്തിക്കോളും എന്നുള്ളൊരു പ്രസ്താവന പുറപ്പെടുവിക്കുന്നത് വരെ നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. അവരിതുവരെ അങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല. മാത്രവുമല്ല, അവർ നോട്ടിഫിക്കേഷൻ ഇറക്കിയ എക്സാമുകളുടെ പരീക്ഷകൾ അവർ തന്നെ നടത്തുകയുള്ളൂ. അപ്പോൾ എല്ലാവരും
PSC യൂണിവേഴ്സിറ്റി VO എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവരും ഈ ആശങ്ക മറികടന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആരും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കിനി വരുന്ന പരീക്ഷകളൊന്നും അത്ര വലിയ പ്രശ്നത്തിലൊന്നും പോകാനുള്ള സാധ്യതയില്ല. അപ്പോൾ നമുക്കിനി കുറഞ്ഞ ഈ കാലയളവ് കൊണ്ട് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ അസിസ്റ്റൻ്റ് പോലെ ഗ്ലാമർ ജോലിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഏകദേശം 2016 നടന്ന പരീക്ഷയിൽ ഏകദേശം 2000-ഓളം ആളുകളെ നിയമിച്ച ഒരു പരീക്ഷ കൂടിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്രയും ഇല്ലെങ്കിൽ തന്നെയും ഏകദേശം 1000-1200ഓളം വേക്കൻസികൾ നിലവിലുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ വലിയൊരു ചാൻസാണ് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അത് സമയം കളയാതെ ആശങ്കകളൊന്നും ഇല്ലാതെ നന്നായിട്ട് പഠിച്ചെടുക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. അപ്പം ഏകദേശം മെയ്യിലെന്നൊക്കെ പറയുന്നത് ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് ഇലക്ഷൻ്റെ സമയമാണ്. ഇലക്ഷൻ പ്രചരണവും ഇലക്ഷനും ഒക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ആ 2 മാസം നമുക്ക് പരീക്ഷകളിൽ നിന്ന് നമ്മൾ ഒഴിവാവാനാണ് സാധ്യത. അപ്പോൾ അടുത്തത് ഏത് മാസമാണ്? ജൂണാണ്. ജൂണിലോ ജൂലൈയിലോ ആയാലും ഏകദേശം ജൂലൈ ഹാഫോട് കൂടി ആയിരിക്കും എത്തുക. അപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആയിരിക്കാം യൂണിവേഴ്സിറ്റി എക്സാം വരുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയുടെ ലിസ്റ്റ് ഓഗസ്റ്റിൽ പബ്ലിഷ് ചെയ്യേണ്ടത് കൊണ്ട് ഏകദേശം ജൂൺ ജൂലൈ മാസങ്ങളിലാകാം അത് വരുന്നത്. കഴിഞ്ഞ ലിസ്റ്റ് ഈ വരുന്ന ഓഗസ്റ്റിൽ അതിൻ്റെ കാലാവധി തീരുന്നത് കൊണ്ട് തന്നെ അപ്പം വേഗം പരീക്ഷ വന്ന് വേഗം റിസൾട്ട് വന്ന് വേഗം നിയമനം ലഭിക്കുന്ന ഒരു എക്സാം കൂടിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം എന്ന് പിന്നെ പറയാം. അപ്പോൾ ഇനിയിപ്പോൾ എത്ര മാസമുണ്ട്? മാർച്ച് ഏകദേശം ഫസ്റ്റ് വീക്ക് കഴിഞ്ഞു. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. അപ്പോൾ ഏകദേശം ഒരു 4 മാസത്തോളം നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വരുന്ന ആ കാലയളവിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ വളരെ നന്നായിട്ട് ഇപ്പോൾ ഉഴപ്പിയൊക്കെ പോകുന്ന ആളുകൾ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആകുക. പഴയ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനെ പറ്റി. വളരെ പുതിയ ആൾക്കാർക്കാണ് അതിൻ്റെ ആവശ്യം. അപ്പോൾ ഒരുപാട് പേര് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരിക്കുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് കൂടി ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെയുള്ള കമൻറ്റുകൾ കണ്ടു. അതിൻ്റെ ബേസിസിലാണ് ഇത് ചെയ്യുന്നത് തന്നെ. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് നമ്മൾ ഈ VO LDC പോലെയല്ല, അതിനൊരു പെർട്ടിക്കുലർ സിലബസ് തന്നെ PSC തന്നിട്ടുണ്ട്. പിന്നെ ജനറൽ അവയർനെസ്, അതായത് ഫാക്ട്സ് എബൌട്ട് കേരള, ഫാക്ട്സ് എബൌട്ട് ഇന്ത്യ, കേരള റിനൈസൻസ്, പിന്നെ ഫാക്ട്സ് എബൌട്ട് കേരള, ഫാക്ട്സ് എബൌട്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററി ജോഗ്രഫി എല്ലാം അതിനകത്ത് വരും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി, അതിനകത്ത് കേരള ഇന്ത്യ ഫാക്ട്സ് എല്ലാം ആവും. ഇനി പ്രധാനമായിട്ടും പഠിക്കേണ്ടത് കേരള റിനൈസൻസ് ആണ്, നവോത്ഥാന നായകർ. അതിനകത്ത് നിന്നൊക്കെ നല്ല മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ഏരിയ ആണ് റിനൈസൻസ്. ദെൻ അടുത്തത് പിന്നെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും മറ്റ് ഫാക്ട്സുകളെല്ലാം പഠിക്കുക. അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, മെൻ്റൽ എബിലിറ്റി, പിന്നെ മാത്സ്, മെൻ്റൽ എബിലിറ്റി. അപ്പോൾ അത് രണ്ടുകൂടെ 20 മാർക്കിനായിരിക്കും. ഇംഗ്ലീഷ് ഒരു 10 മാർക്കിനായിരിക്കും, മലയാളം ഒരു 10 മാർക്കിനായിരിക്കും. പിന്നെ നമ്മുടെ IT ഒരു 10 മാർക്കിനായിരിക്കും. അപ്പോൾ ആ പർട്ടിക്കുലർ സിലബസിൽ നിന്നുകൊണ്ട് മാത്രം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ VOയോ LDC ഒക്കെ ആണെങ്കിൽ തന്നെയും അത് ഒരുപാട് പിന്നെ നമുക്ക് കുറച്ചും കൂടെ കാട് കയറിയൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതിന് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് അതിൻ്റെ ആവശ്യമില്ല. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലെ, കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് പോലെയുള്ള ആ പർട്ടിക്കുലർ സിലബസിൽ ഒതുങ്ങി നിൽക്കുന്ന പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ പഠിച്ച് തീരാൻ എളുപ്പമാണ്. അപ്പം ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാർ വേഗം സ്റ്റാർട്ട് ചെയ്തുകൊള്ളുക. നിങ്ങൾക്ക് പ്രധാനമായിട്ടും കേരള ഇന്ത്യ ഫാക്ട്സുകൾ പഠിച്ചെടുക്കാൻ ഒരു ഏകദേശം കുറച്ച് സമയമെടുക്കും. അതൊന്ന് സ്പീഡപ്പ് ചെയ്ത് പഠിക്കുക. അറിയാൻ വയ്യാത്ത ടോപ്പിക്കുകൾ കുറച്ചുകൂടെ, അതായത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു എങ്ങനെയാണ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് VOയുടെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ അതേ പിന്നെ അതേ പ്രവർത്തനങ്ങൾ തന്നെ നിങ്ങൾക്ക് ഈ
പരീക്ഷയിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ കഴിയുന്നതും മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ ഖാദി ബോർഡ് എക്സാം അത് ആ പരീക്ഷ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം, എല്ലാ GK ക്വസ്റ്റ്യൻ ആയാലും മാത്സ് ആണെങ്കിലും പ്രീവിയസ്ലി വന്ന പല പരീക്ഷകളിൽ നിന്നും എടുത്ത് അവർ ആഡ് ചെയ്തേക്കുന്ന കറണ്ട് അഫേഴ്സ് മാത്രമേ ഉള്ളൂ ഒരു പുതിയതായിട്ട് നമുക്ക് പറയാവുന്ന. അത് 1-2 മാർക്കിന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക. കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റുകൾ, പ്രധാനപ്പെട്ട സ്പോർട്സ് ഇവൻറ്റ്സ്, അതിൻ്റെ വെന്യൂ, അതിൻ്റെ വിന്നേഴ്സ്, പിന്നെ അതേപോലെ തന്നെ അപ്പോൾ പ്രധാനപ്പെട്ട അവാർഡ്സ്, ഇപ്പോൾ തന്നെ നോബൽ, ഓസ്കാർ എല്ലാം ഇപ്പോൾ വരും. പിന്നെ അതേപോലെ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. പിന്നെ അത് ഏകദേശം നിങ്ങളൊരു 2017 പകുതി തൊട്ട് 2018 ഫുള്ള് നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു 2-3 മാസം മുന്നേ വരെ വിലയുള്ള, അതായത് 2019 ഒരു മാർച്ച് വരെയുള്ള, ഏകദേശം ഒരു ഏപ്രിലൂടെ നോക്കിക്കൊള്ളുക വരെയുള്ള കറണ്ട് അഫേഴ്സ് നോക്കുക. 2017 പകുതി മുതൽ 2018 ഫുള്ള്, 2019 മാർച്ച് ഏപ്രിൽ വരെയുള്ള ഏകദേശം ഒരു. അപ്പോൾ അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻറ്റ് ചെയ്യാൻ പോകും. പിന്നെ എന്തായാലും നമുക്ക് ആ ഒരു കറണ്ട് അഫേഴ്സ് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കൃത്യമായിട്ട് പഠിച്ചേക്കാം. 2017 ഹാഫ് മുതൽ ഫുള്ളൊന്നും നോക്കിയാലും പ്രശ്നമൊന്നുമില്ല. എന്നാലും ചോദിക്കുന്ന ഒരു ഇത് പറയാം. 2018 നല്ല പ്രാധാന്യം കൊടുത്ത് പഠിക്കാം. 2019 ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഇത്രയും മാസങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കാം. ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ, നമുക്ക് അത് വാങ്ങിച്ച് പഠിക്കാം. പിന്നെ അതേപോലെ തന്നെ പലതരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സൈറ്റുകളുണ്ട്. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീഡിയോകൾ കറണ്ട് അഫേഴ്സിന്. എല്ലാം യൂസ് ചെയ്ത് കറണ്ട് അഫേഴ്സ് എഴുതി ഒരു ബുക്കിൽ സൂക്ഷിച്ച് പഠിക്കുക. ആ സൂക്ഷിച്ച് ബുക്കിൽ എഴുതി വയ്ക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലിരിക്കത്തുള്ളൂ. ഇപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ കാര്യത്തിലൊരു പ്രത്യേക പരിഗണന കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, കേരള, ഇന്ത്യ ഫാക്ട്സുകളെല്ലാം തന്നെ ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ പ്രീവിയസ് വായിക്കുമ്പോൾ തന്നെ ഏതിനാണ് പ്രാധാന്യം കൊടുത്ത് പ്രീവിയസ് ചെയ്യുമ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ തന്നെ ഏതിനൊക്കെ പ്രാധാന്യം കൊടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ പ്രീവിയസ് ചെയ്തിട്ട് പഠിക്കാൻ സമയമില്ല. പ്രീവിയസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റാങ്ക് ഫയലുകൾ, യൂസ് ചെയ്യുന്ന റാങ്ക് ഫയലുകൾ പഠിച്ചു പോകുക. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടേതായ രീതിയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ നോക്കുക. അതായത് എല്ലാം കവർ ചെയ്യത്തക്ക വിധം ഒരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ നിർമ്മിക്കുക. പ്രീവിയസിനൊരു ടൈം, ഒരു ദിവസത്തിൽ 1 മണിക്കൂർ, റാങ്ക് ഫയൽ പഠിക്കാൻ അല്ലെങ്കിൽ പോർഷൻസ് പഠിക്കാൻ ഇത്ര സമയം, അതേപോലെ തന്നെ റിവിഷന് ആഴ്ചയിൽ 1-2 ദിവസം. ഇത് നിങ്ങൾ തന്നെ നിങ്ങളുടേതായ രീതിയിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരാൾ പറഞ്ഞു തന്ന ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് നിങ്ങളുടെ സമയവും സന്ദർഭവും, നിങ്ങൾക്കിപ്പം ചിലപ്പോൾ ജോലിയുള്ളവരായിരിക്കാം, ചിലപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരായിരിക്കാം. അപ്പോൾ പലർക്കും പല രീതിയാണ്. അപ്പോൾ അവരുടെ സമയത്തിനനുസരിച്ച്, അവരുടെ സൗകര്യത്തിനനുസരിച്ച് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ വലിച്ചു വാരി പഠിക്കരുത്. സിലബസിൽ ഊന്നി തന്നെ പഠിക്കുക. സിലബസ് മാത്രം എടുത്തേ പഠിക്കാവൂ, അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾ കടക്കേണ്ട ആവശ്യമില്ല. 2 ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാനുള്ള സമയം ഇടുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ വിലയിരുത്താൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കേ ചെയ്യുമ്പോൾ കിട്ടുന്നുള്ളൂ എന്ന് വെച്ച് നിരാശരാകേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിക്കുകയാണ്, കൂടെ കണ്ടിന്യൂ ചെയ്ത് പാരലായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിലുള്ള പരീക്ഷകളിൽ നിങ്ങൾക്കത് നേടാൻ സാധിക്കും. പ്രീവിയസ് ഫുള്ള് നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് മുന്നേ നിങ്ങളിപ്പോൾ ഒരു 50 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 വട്ടം അതൊന്ന്, അതായത് ആദ്യത്തെ വട്ടം ചെയ്യുമ്പോൾ നമുക്ക് പഠിച്ചൊരു രൂപത്തിലെത്തില്ലല്ലോ. അപ്പോൾ 2ാമത് വട്ടം അതേ 50 സെറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാര്യം നമ്മൾ പഠിച്ച് കഴിഞ്ഞ് അത് പരീക്ഷയുടെ ഏകദേശം ഒരു 1 മന്ത് മുന്നേ സ്റ്റാർട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു 3 വീക്സ് മുന്നേ സ്റ്റാർട്ട് ചെയ്താൽ മതി 2ാമത് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുപാട് കിട്ടും. ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ആ ടൈം മാനേജ്മെൻറ്റ് 1.25 മണിക്കൂർ കൊണ്ട് ഈ മാത്സ് ഒക്കെ ചെയ്ത് വരണം. ചിലർക്ക് മാത്സ് ചെയ്യാൻ കുറേ ടൈം വേണം. അപ്പോൾ അത് ആ സ്പീഡ് കിട്ടാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ പ്രീവിയസ് PSC ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ അറിയാനും അതൊക്കെ തന്നെയായിരിക്കും ചോദിക്കുന്നത്. 5-6 മാർക്കിന് മാത്രമേ പുതിയ രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അത് നമ്മൾ റാങ്ക് ഫയൽ പഠിക്കുന്നതിൽ നിന്ന് നമുക്ക് ആ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ കിട്ടിക്കോളും. അപ്പോൾ നല്ല ഒരു റാങ്ക് ഫയൽ തരുന്നത്. അപ്പോൾ ഞാനൊന്നുകൂടെ ക്രോഡീകരിച്ച് പറയാം. 1, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ഇനി 4 മാസമാണ് ഉള്ളത്. ആ 4 മാസം 4-5 മാസം, ആ 4 മാസത്തിനുള്ളിൽ നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഒരു സിലബസ് എന്താണെന്ന് പഠിക്കുക, എന്തൊക്കെ സിലബസിലുണ്ടെന്ന് പഠിക്കുക. ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ അതിന് ഒരു പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് നോക്കുക.
നോക്കുക. ടൈം ടേബിൾ നിങ്ങളുടെ സൗകര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് അതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ പോർഷൻ പഠിക്കാനും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കാനും പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനും റിവിഷൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ സമയം കണ്ടെത്തി പഠിക്കുക. ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ സാധ്യമല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർ ഒരു ടൈം പഠിക്കാനായിട്ട് കണ്ടെത്തുക. ആ കിട്ടുന്ന ടൈമിൽ നിങ്ങൾ മാക്സിമം പഠിച്ച് എടുത്ത് പോരുക. കാര്യം മറ്റുള്ളതിനെ പോലെ ചവറായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിന് സിലബസ് ഉണ്ട്. ആ സിലബസിലുള്ളത് മാത്രം മതി. IT 10 മാർക്കാണ്, ഇംഗ്ലീഷ് 10 മാർക്കാണ്, മാത്സ് മെൻ്റൽ എബിലിറ്റി 20 മാർക്കാണ്, ദെൻ മലയാളം 10 മാർക്കാണ്, GK മറ്റ് പാർട്ടുകളെല്ലാം കൂടെ ബാക്കി മാർക്കിനുമാണ് ചോദിക്കുന്നത്. അപ്പോൾ മറ്റ് ആശങ്കകളുടെ ആവശ്യമൊന്നുമില്ല. ഇനി ഇഷ്ടം പോലെ സമയമുണ്ട്. ആദ്യമായി തുടങ്ങുന്ന ആളുകൾ ദിവസം ഒരു 4 മണിക്കൂറെങ്കിലും ചിലവഴിക്കാൻ ശ്രമിക്കുക. പിന്നെ അല്ലാത്ത ആളുകൾ ഞങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പാഠഭാഗങ്ങൾ റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു പോവുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് PSC പരീക്ഷകളുടെ ജയിക്കാനുള്ള ഏറ്റവും പ്രധാന മാർഗം. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നമ്മൾ സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് പഠിച്ച് ഫുൾ ബൈ ഹാർട്ടായി അല്ലെങ്കിൽ അത്രയും പക്കയാക്കിയതിന് ശേഷം മാത്രമേ മറ്റ് ഇതിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ PSC അതൊരിക്കലും അതിനൊരു മടി കാണിക്കരുത്. PSC പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് നിങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമല്ല PSC നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് നോക്കാം. അതൊക്കെ ചോദിക്കാം. അപ്പോൾ അത് കുറച്ചൊന്ന് പ്രിൻ്റ് എടുത്ത് നന്നായിട്ട് OMR ഒക്കെ ഒന്ന് പ്രിൻ്റ് എടുത്ത് ഒന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു തുടക്കം ഇന്നു മുതൽ ആകട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിന് മറുപടിയുമായി ഞങ്ങൾ വീഡിയോയുമായി എത്തും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നന്ദി.